പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് വടാട്ടുപാറയിലാണ്. അതിദാരുണമായൊരു സംഭവം ഇവിടെ നടന്നിരിക്കുകയാണ്. ബഷീർ എന്ന് പറയുന്ന ഒരു ക്ഷീര കർഷകന്റെ ഒരു പശു ഇവിടെ കഴിഞ്ഞ ദിവസം പുലി പിടിച്ച് അദ്ദേഹത്തിന്റെ പുരയിടത്തിൽ ഇപ്പോൾ കിടക്കുന്ന രംഗമാണ് നമ്മളിവിടെ കാണുന്നത്. ആം ആദ്മിയുടെ പ്രവർത്തകരൊപ്പം ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ശക്തമായ പ്രതിഷേധമാണ് ഇതിനെതിരെ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ആം ആദ്മി പ്രവർത്തകരെ ശക്തമായിട്ട് വന്യമൃഗ ശല്യത്തിനെതിരെ, ആക്രമണത്തിനെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങളും ഒക്കെ നടത്തിയിരുന്നു. അതിനെ തുടർന്ന് ഇത്ര പെട്ടെന്ന് തന്നെ ഇവിടെ ഒരു പുലി പിടിച്ച് ഒരു പശു അദ്ദേഹത്തിന്റെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ പ്രദേശത്ത് ഇങ്ങനെ പുലിയും കടുവയും ആനയും അതുപോലെ കുരങ്ങ് ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ അതിരൂക്ഷമായ പ്രതിസന്ധിയിലൂടെയാണ് ഇവിടുത്തെ കർഷകർ കടന്നു പോവുക. വനാതിർത്തിയിൽ ഫെൻസിംഗ് ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും അത് ശാശ്വതമായ ഒരു പരിഹാരമല്ല. അതിനെ കടത്തിവെട്ടിയാണ് ഈ ആനയും ഈ പുലിയും കടുവയും ഒക്കെ ഇങ്ങോട്ട് കടന്നു വരിക. ഒരു ക്ഷീര കർഷകനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഉപജീവന മാർഗമാണ്. ആ ഉപജീവന മാർഗം ഇന്ന് നിന്നിരിക്കുകയാണ്. അദ്ദേഹം വളരെ വ്യസനത്തിലാണ്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. ചേട്ടാ, എത്ര ദിവസമായി ഈ സംഭവം നടന്നിട്ട്? ഞാനൊരു 5:30 കഴിഞ്ഞിട്ടാണ്. ഇത് ബന്ധപ്പെട്ടിട്ട് ഉടനെ ഫോറസ്റ്റിൽ അറിയിച്ചോ? അവര് വന്നിരുന്നു. അവര് വന്നിട്ട് എന്താ നടപടി എടുത്തത്? അവര് വന്നിട്ട് അവരെ എഴുതി കുത്തി എടുത്ത് പിന്നെ അവരാണ് ഇത് കടുവയല്ല പുതിയ സ്ഥിരീകരിച്ചത്. അവരെന്തെങ്കിലും നഷ്ടപരിഹാരം തരാമെന്ന് ഓഫർ ചെയ്തിട്ടുണ്ടോ? അത് ഡോക്ടറെ സർട്ടിഫിക്കറ്റ് അക്ഷയ പോയി അപേക്ഷ കൊടുത്തു. പോസ്റ്റ്മോർട്ടം ചെയ്യും. അവര് വന്ന് കണ്ട് ഇന്ന് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ എത്തിയിട്ടില്ല. അല്ല, എത്തിയത് എത്തിയത് അവരെല്ലാം കണ്ടിട്ടും അവര് അല്ല, പോസ്റ്റ്മോർട്ടം ചെയ്യൂലേ? പോസ്റ്റ്മോർട്ടം ചെയ്തോളൂ. അത് എന്ന് ചെയ്യില്ല. ഇന്ന് തന്നെ ചെയ്യും. എല്ലാം റെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നഷ്ടപരിഹാരം എത്ര രൂപ ആവശ്യപ്പെട്ടിരിക്കുന്നത്? അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. അർഹമായ നഷ്ടപരിഹാരം നമുക്ക് കിട്ടും. ഡോക്ടറാണ് വില നിശ്ചയിക്കുന്നത്. അപ്പൊ ഇവിടെ കർഷകരുടെ ആവശ്യം, അല്ലെങ്കിൽ നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ആവശ്യം, ഇത്തരം സംഭവങ്ങൾ ഇനി ഇവിടെ ആവർത്തിക്കരുത്. അങ്ങനെ ആവർത്തിക്കുന്നതോടൊപ്പം തന്നെ അർഹതപ്പെട്ടവർക്ക് അർഹമായ നഷ്ടപരിഹാരം ലഭിക്കണം. അതുപോലെ വന്യമൃഗ ആക്രമണം ഇനി ശാശ്വതമായി ഉണ്ടാവാതിരിക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്നുള്ളതാണ്. അത്തരത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ഇപ്പോൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇന്ദ്ര എന്ന് പറയുന്ന ഒരു വീട്ടമ്മ കഴിഞ്ഞ ദിവസം നേരിമംഗലം കാഞ്ഞിരുവേലി എന്ന് പറയുന്ന ഗ്രാമത്തിൽ കാട്ടാന ചവിട്ടി കൊലപ്പെടുകയുണ്ടായി. അതുപോലെ തന്നെ ഈ പ്രദേശങ്ങളിൽ കാട്ടാനകൾ കിണറിൽ വീഴുന്നു. അതുപോലെ തന്നെ വൈദ്യുതിയുടെ കറണ്ട് അടിച്ച് ചാവുന്നു. അങ്ങനെയുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും. ഇന്നിപ്പോൾ ഇവിടെ ഒരു പശുവാണ് ഇന്നിവിടെ പുലി പിടിച്ചതെങ്കിൽ നാളെ ഒരുപക്ഷെ മനുഷ്യജീവനാവാം ഇവിടെ സംഭവിക്കുക. അതുണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അത്തരം സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ്.